ഒരു ഫുട്ബോൾ ടീമിലെ 12 ആൺകുട്ടികൾ അവരുടെ കോച്ചും ഒരുമിച്ച് വടക്കേ തായ്ലൻഡിൽ ഒരു ഗുഹയിൽ 18 ദിവസം അകപ്പെട്ടുപോയ കാര്യം ലോകം ഏറെ ഉത്കണ്ഠയോടെയും ആകാംക്ഷയോടുമാണ് വീക്ഷിച്ചിരുന്നത്. പതിവ് പോലെ ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് വെറുമൊരു കൗതുകത്തിനാണ് ആ ഗുഹയുടെ അകത്തേക്ക് അവർ 1 മണിക്കൂർ ഒന്ന് യാത്ര ചെയ്ത് തിരികെ പോരാമെന്നുള്ള പദ്ധതിയോടുകൂടെ ഇറങ്ങിയത്. അങ്ങനെ അവർ ഗുഹാമുഖത്തു നിന്നും അകത്തേക്ക് പ്രവേശിച്ച് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ശക്തമായ മഴ പെയ്യുവാനും അങ്ങനെ ഗുഹാമുഖത്ത് ജലമുയർന്ന് ഒരു ജലഭിത്തി പോലെ രൂപീകൃതമായതുകൊണ്ട് അവർക്ക് ഈ ഗുഹയിൽ നിന്ന് തിരികെ പോരാനായില്ല. ഇവരിങ്ങനെ ഗുഹയുടെ അകത്താണെന്നുള്ള കാര്യം പുറം ലോകം അറിയുന്നത് 10ാമത്തെ ദിവസം ഒരു ബ്രിട്ടീഷ് മുങ്ങൽ വിദഗ്ധൻ ഇറങ്ങി ഈ ഗുഹയിൽ മുങ്ങിച്ചെന്ന് അവരെ കണ്ടുപിടിച്ചപ്പോഴാണ്. ഭക്ഷണമില്ല, കുടിക്കുവാൻ ആകെയുള്ളത് ഈ ഗുഹയുടെ ഭിത്തിയിൽ നിന്നും കിനിഞ്ഞ് ഒഴുകുന്ന ജലം മാത്രം. അങ്ങനെ ഈ 12 ആൺകുട്ടികളും, അത് 11 വയസ്സ് മുതൽ 17 വയസ്സ് വരെ പ്രായക്കാർ, ഈ കുട്ടികളും അവരുടെ കോച്ച് ഈ 25 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനും ഈ ഗുഹയുടെ അകത്ത് കഴിയേണ്ടി വന്നു. 12 വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും പരിചയസമ്പന്നരായ രക്ഷാപ്രവർത്തകർ, അത് 100ഓളം പേർ ഒരുമിച്ച് അതിസാഹസികമായി യത്നിച്ചതിൻ്റെ അവസാനമാണ് 18ാം ദിവസം ഈ 12 ബാലന്മാരെയും പുറത്തേക്ക് എടുത്തത്. അങ്ങനെയുള്ള ആ രക്ഷാപ്രവർത്തന ശ്രമത്തിൽ ഒരു മുങ്ങൽ വിദഗ്ധൻ ഓക്സിജൻ ലഭിക്കാതെ മരണപ്പെടുകയും ചെയ്തു. പക്ഷേ ലോകമെല്ലാം ഇപ്രകാരം കൗതുകത്തോടെ ഈ കുഞ്ഞുങ്ങളെ നോക്കിയിരുന്നപ്പോഴും അവരെ രക്ഷപ്പെടുത്തിയതിന് ശേഷം അതിശയത്തോടുകൂടി ചിന്തിച്ചത് ഇതാണ്: എങ്ങനെ ഈ 12 കുട്ടികളും ഭക്ഷണമൊന്നുമില്ലാതെ ആകെ കിട്ടുന്ന ഈ ജലം കൊണ്ട് മാത്രം, പ്രത്യേകിച്ച് ഈ പ്രായക്കാർ, കൗമാരപ്രായക്കാർ അവിടെ ഒരുമിച്ച് കഴിഞ്ഞുകൂടി ഭക്ഷണമൊന്നുമില്ലാതെ? അതിന് ഉത്തരം നൽകുന്നത് അവരുടെ കോച്ചായ ഏക്കപ്പോൾ ചാന്ദ്വോങ് എന്ന ആ മനുഷ്യൻ അതിന് മറുപടി പറയുന്നത് ശ്രദ്ധേയമാണ്. ഈ ഏക്കപ്പോൾ ചാന്ദ്വോങ് ഒരു ബുദ്ധിസ്റ്റ് സന്യാസിയായിരുന്നു. അങ്ങനെ ബുദ്ധ മത ആചാരപ്രകാരമുള്ള പ്രാർത്ഥനയും ധ്യാനവുമെല്ലാം പഠിച്ചതിന് ശേഷമാണ് പിന്നീട് ജോലിക്ക് വേണ്ടി ഇപ്രകാരം ഒരു ഫുട്ബോൾ കോച്ചായി മാറിയത്. അദ്ദേഹം ഈ കുഞ്ഞുങ്ങൾ ഇവിടെ ഈ ഗുഹയിൽ അകപ്പെട്ടു പോയപ്പോൾ ഓരോ ദിവസവും അവരൊരുമിച്ചിരുന്ന് ധ്യാനിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട്, ധ്യാനിച്ചതുകൊണ്ട് ഈ 18 ദിവസവും ഭക്ഷണം കാര്യമായിട്ടില്ലാതെ ആകെ ജലപാനത്തിലൂടെ മാത്രം ഈ കുട്ടികൾ വലിയ ടെൻഷനും ഉത്കണ്ഠയും ആകാംക്ഷയുമില്ലാതെ അവരുടെ മനസ്സുകളിൽ പ്രത്യാശ എന്നും നിറച്ചുകൊണ്ട് കഴിയുവാനായി. പ്രാർത്ഥനയാണ്, അനുദിന ജീവിതത്തിലെ ധ്യാനമാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും പ്രയാസങ്ങളുടെ അവസരങ്ങളിലുമൊക്കെ പിടിച്ചു നിൽക്കാനാകുക. ഉപവാസത്തിലൂടെയാണ് നാം യഥാർത്ഥത്തിൽ ആന്തരിക കരുത്ത് ആർജിക്കുന്നത്. ഏത് പ്രലോഭനങ്ങളെയും ഏത് പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കുവാനുള്ള ആത്മബലവും ശക്തിയും സ്വന്തമാക്കുക. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു മരുഭൂമിയിലെ
പരീക്ഷയുടെ വിവരണം കൊടുക്കുന്നുണ്ട്. 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം കാണുന്ന ഇതാണ്: അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. യേശു നമ്മെപ്പോലെ തന്നെയുള്ള മനുഷ്യനാണ്. പക്ഷേ ഈ 40 ദിവസം എങ്ങനെ ഭക്ഷണവും പാനീയവുമില്ലാതെ ഈ മരുഭൂമിയിൽ ഉപവാസത്തിൽ കഴിയുവാനായി? തീർച്ചയായും ദൈവപിതാവുമായുള്ള ആ സഹവാസം, ആന്തരികമായ ആ ആത്മീയ ബലം യേശുവിന് തൻ്റെ പ്രാർത്ഥനയിലൂടെ, ആ ദൈവപിതാവുമായുള്ള സംസർഗത്തിലൂടെ, സഹവാസത്തിലൂടെ ലഭിച്ചിട്ടുണ്ടാകണം. പക്ഷേ ആ 40 ദിവസവും ഉപവാസത്തിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ കഴിയുവാനായി. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 9-ാം വാക്യത്തിലും ഇതുപോലെ തന്നെയുള്ള ഒരു ശ്രദ്ധേയമായ വിവരണം മോസസിനെ പറ്റിയുണ്ട്. 9-ാം വാക്യം ഇപ്രകാരമാണ്. നിയമാവർത്തനത്തിൻ്റെ 9-ാം അധ്യായത്തിൽ: കർത്താവ് നിങ്ങളുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പലകകൾ വാങ്ങാനായി മലമുകളിലേക്ക് കയറി. തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ 40 പകലും 40 രാവും അവിടെ ചിലവഴിച്ചു. മോശയും ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ കണ്ടതുപോലെ നിയമാവർത്തനത്തിൽ 40 രാവും 40 പകലും ഭക്ഷണവും പാനീയവുമില്ലാതെ കഴിയുവാനായി അങ്ങനെ മലമുകളിൽ പ്രാർത്ഥനയിൽ ചിലവഴിക്കുമ്പോൾ ഇപ്രകാരമുള്ള ഒരു ആന്തരിക ശക്തിയും കരുത്തും ആ മനുഷ്യന് സ്വന്തമാകുന്നു. തീർച്ചയായും മനുഷ്യ ജീവിതത്തിൽ ഈ ഒരു പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിൻ്റെ ആവശ്യം കൂടുതൽ കടന്നു വരുന്നു. യേശുവും മാർത്തയുടെ ഭവനത്തിൽ ചെന്ന് മാർത്ത യേശുവിനെ സൽക്കരിക്കുവാനായി അനേക കാര്യങ്ങളിൽ വ്യാപൃതയാകുമ്പോൾ മറിയം യേശുവിൻ്റെ പാദാന്തികത്തിൽ വന്ന് ആ അധരങ്ങളിൽ നിന്ന് പൊഴിയുന്ന വചനങ്ങൾ ശ്രവിച്ച് പ്രാർത്ഥനയിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ പറയുക, അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് തന്നെയാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ നല്ല ഭാഗമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിൽ, മറ്റുള്ള ദൈവത്തോടുള്ള സഹവാസത്തിൽ നാം ചിലവഴിക്കുമ്പോൾ നമുക്ക് സ്വന്തമാക്കുക. പക്ഷേ പ്രാർത്ഥന മാത്രം പോരാ, അതോടൊപ്പം സമഞ്ജസമായി പ്രവർത്തനവും ഉണ്ടാകണം. വിൻസെൻ്റ് വാര്യത്തച്ഛൻ്റെ പുതിയ പുസ്തകം ദൈവത്തിൻ്റെ കാറ്റ് എന്ന ആ പുസ്തകത്തിൽ ഈ ഒരു ഭാഗം വളരെ ശ്രദ്ധയോടുകൂടെ വിവരിക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥനക്കാരൻ അബ്ബാ സിൽവാനിയൂസിനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം കൃഷിപ്പണിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥനാ പുസ്തകം തുറന്ന് 2 വചനഭാഗങ്ങൾ ഉച്ചത്തിൽ ഉദ്ധരിച്ചു. നശ്വരമായ അപ്പത്തിനു വേണ്ടി വേല ചെയ്യാതിരിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യം. മേരി നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യം. അബ്ബ അയാളെ പ്രാർത്ഥനാ പുസ്തകത്തോടെ മുറിയിലേക്ക് അയച്ചു. ഉച്ചഭക്ഷണത്തിനും രാത്രി ഭക്ഷണത്തിനും ഒന്നും വിളിച്ചില്ല. വിശന്നു വലഞ്ഞ അയാളോട് അബ്ബ പറഞ്ഞു, ഞങ്ങൾ സാധാരണ മനുഷ്യർക്കാണ് ഭക്ഷണം വേണ്ടത്. അങ്ങയെപ്പോലുള്ള ആത്മീയ മനുഷ്യർക്ക് ആത്മീയ ഭക്ഷണം പോരെ. പിന്നീട് വിശന്ന ആ മനുഷ്യന് ഭക്ഷണം കൊടുത്തതിന് ശേഷം അബ്ബ അയാളോട് പറഞ്ഞു, മേരിക്ക് മാർത്ത വേണം. മേരി കീർത്തിക്കപ്പെട്ടത് മാർത്ത മൂലമാണ്. അങ്ങനെ മാർത്ത കഠിനമായി അധ്വാനിക്കുമ്പോൾ മാത്രമാണ് മേരിക്ക് ഇങ്ങനെ പ്രശംസിപ്പിക്കുന്ന വിധത്തിൽ അവൾക്ക് പാദാന്തികത്തിലിരുന്ന് പ്രാർത്ഥിക്കാനാകുക, അധരങ്ങളിൽ നിന്ന് പൊഴിയുന്ന വചനങ്ങൾ ശ്രവിക്കാനാകുക.
എന്താണ് അതിൻ്റെ അർത്ഥം? പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനവും ഉണ്ടാകണം. അങ്ങനെ ഇത് രണ്ടും ഒരേപോലെ തന്നെ പോകണം. പക്ഷേ ജീവിതത്തിലെന്നും അത്യന്താപേക്ഷിതമായ ഒരു ഭാഗം പ്രാർത്ഥന തന്നെയാണ്. ഓരോ ദിവസവും അപ്രകാരം പ്രാർത്ഥിക്കുന്നവർക്ക് തങ്ങളുടെ പ്രവർത്തനത്തിന് കൂടുതൽ ഉണർവും ഊർജവും ഉണ്ടാകും. പ്രത്യേകിച്ച് പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ പ്രാർത്ഥിക്കുന്നവർക്കാണ് കൂടുതൽ പിടിച്ചു നിൽക്കാനാകുക, ആത്മീയ ബലവും ആന്തരിക കരുത്തും സ്വന്തമാക്കാനാകുക. ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക്, അല്പസമയം ധ്യാനത്തിനായി ചെലവഴിക്കുന്ന വ്യക്തികൾക്ക്, അവർക്ക് അനുദിന ജീവിതത്തിൽ ആ ഭക്ഷണത്തിൻ്റെ ആവശ്യകത കുറവായിട്ട് വരും. വിശുദ്ധ നിക്ലാവസ് ഓഫ് ഫ്ലൂ ബ്രൂഡർ ക്ലൗസ് എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ആ വിശുദ്ധനെ പറ്റി പറയാറുണ്ട്. 19 നീണ്ട വർഷങ്ങൾ പരിശുദ്ധ കുർബാന മാത്രം കൈക്കൊണ്ടുകൊണ്ട് ആ വിശുദ്ധൻ ജീവിച്ചിരുന്നു എന്ന്. തീർച്ചയായും തൻ്റെ പ്രാർത്ഥന മറ്റൊരു ആന്തരിക കരുത്തും അനുഗ്രഹവുമായി മാറി. ഈ തായ്ലൻഡിലെ ഗുഹയിൽ കഴിഞ്ഞ കുട്ടികളെ പറ്റിയും അവർ അനുദിനവും ഇങ്ങനെ ധ്യാനത്തിൽ ആയിരുന്നതുകൊണ്ട് അവർക്ക് ഭക്ഷണം അത്യന്താപേക്ഷിതമായി തീർന്നില്ല. ആ അവസ്ഥയിൽ അവർക്കല്പം ജലം മാത്രം കുടിച്ചുകൊണ്ട് ഈ 18 ദിവസവും ആകാംക്ഷയില്ലാതെ, ഉത്കണ്ഠ കൂടാതെ, തളർച്ചയുമില്ലാതെ കഴിയുവാനായി. ദൈവവുമായുള്ള ബന്ധം ആത്യന്തികമായി മനുഷ്യന് ഈ ഒരു ആന്തരിക കരുത്ത് പ്രദാനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ധ്യാനത്തിൽ ആ ശ്വാസം നിയന്ത്രിക്കുമ്പോൾ വലിയ ഒരു എനർജി ജീവിതത്തിലേക്ക് കടന്നു വരും. ദൈവത്തിന് മാത്രം പകർന്നു തരാനാകുന്ന ഒരു ആന്തരികമായ ബലവും ശക്തിയും. അതോടൊപ്പം തന്നെ ഇങ്ങനെ ധ്യാനിക്കുന്നവർക്ക് ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യുവാനുള്ള ഒരനുഗ്രഹം, പ്രത്യേകിച്ച് ഇങ്ങനെ ടെൻഷനും ഭയപ്പാടും ഉത്കണ്ഠയും ആകാംക്ഷയുമെല്ലാം അകന്നു മാറി ഉള്ളിലൊരാശ്വാസം, ഏത് പ്രതിസന്ധിയും അതിലും തരണം ചെയ്യുവാൻ വേണ്ട ഒരു ആത്മീയ ബലം സ്വന്തമാക്കാനാകുന്നു. മാത്രമല്ല അവരുടെ ജീവിതത്തിലെന്നും ഈ ഒരു ശാന്തത, ഒരു പ്രശാന്തത എന്നും നിറഞ്ഞു നിൽക്കും. അനുദിനം പ്രാർത്ഥിക്കുന്നവർക്കാണ് ഈ ഒരു കൃപ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. മാത്രമല്ല ക്ഷമിക്കാൻ, പൊറുക്കാൻ, എല്ലാവരുമായി കാരുണ്യത്തിലൂടെ പ്രവർത്തിക്കാൻ, ജീവിക്കാൻ വലിയ ഒരു കൃപ അവരുടെ മാത്രം സ്വന്തമായി തീരുന്നു. അങ്ങനെ നമ്മിൽ കടന്നു വരുന്നത് ഒരു പോസിറ്റീവ് എനർജി പോലെ നമ്മുടെ കൂടെയുള്ളവരിലും പകർന്നു കൊടുക്കുന്നു. ഈ ഗുഹയിൽ പെട്ടുപോയ 12 ബാലന്മാരും, പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ചുറുചുറുക്കുള്ള പ്രായമാണ്. നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ആ പ്രായക്കാർ 11 വയസ്സ് മുതൽ 17 വയസ്സുള്ള ഒരു ബാലനെ ഒന്ന് അടക്കിയിരുത്താൻ എന്തൊരു പ്രയാസമാണ്. അങ്ങനെയുള്ള ഈ 12 പേർ ഒരു കൊച്ചു ഗുഹയിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ, പക്ഷേ അവരിങ്ങനെ ഒരു ധ്യാനത്തിലേക്ക് ആയപ്പോൾ, അവരിലിങ്ങനെ ഒരു പോസിറ്റീവ് എനർജി പകർന്നപ്പോൾ, അവർ തമ്മിലും പരസ്പരവും സഹാനുഭൂതിയുടെ അനുരണനങ്ങൾ, കാരുണ്യത്തിൻ്റെ അനുഭവം അവരുടെ ഓരോരുത്തരിലും നിറഞ്ഞു നിന്നിരുന്നു. അങ്ങനെ പരസ്പരം സഹായിക്കാൻ, സഹാനുഭൂതിയോടുകൂടെ പെരുമാറാൻ അവർക്ക് സാധിച്ചു എന്നും അവരുടെ ഈ കോച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ പ്രാർത്ഥന നമുക്ക് പ്രഥമമായി ഒരു ആന്തരിക കരുത്ത് നൽകുന്നതോടൊപ്പം ശാന്തതയും മറ്റുള്ളവരോടുള്ള കാരുണ്യത്തിൻ്റെ അനുഭവവുമൊക്കെ നമുക്ക് നൽകുകയാണ്. എപ്രകാരം നാം പ്രാർത്ഥിക്കണം? തീർച്ചയായും ക്രൈസ്തവ പാരമ്പര്യത്തിൽ നാം മുട്ടിന്മേൽ നിന്നാണ് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് 16-ാം നൂറ്റാണ്ട് വരെ ഉള്ള ആ കാലഘട്ടത്തിൽ, അതിനു മുൻപ് ഇപ്രകാരം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന ശൈലിയാണ് കൂടുതൽ ഉണ്ടായിരുന്നതെന്നാണ് ചരിത്രം നമ്മെ ഓർപ്പിക്കുക. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം
8 അധ്യായം 54 വാക്യത്തിൽ നാം വായിക്കുക, സോളമൻ തൻ്റെ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിച്ചതായി നാം കാണുന്നു. അങ്ങനെ യഹൂദ പാരമ്പര്യത്തിൽ, ഇസ്രായേലിൻ്റെ പാരമ്പര്യത്തിൽ പരമ്പരാഗതമായി ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ബൈബിളിൽ തന്നെ ഇപ്രകാരം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വിവരണവും നമുക്ക് കാണാനാകും. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 20 അധ്യായം 36 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ, പ്രത്യേകിച്ച് സാവൂൾ മാനസാന്തരപ്പെടുന്ന ആ സമയത്ത് അദ്ദേഹം റോമിലേക്ക് പോകുന്നതിന് മുൻപ് ഇപ്രകാരം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് വിവരിക്കുന്നുണ്ട്. യേശുവും ഒരുപക്ഷെ ആ ഗത്സേമനിയിൽ തീവ്രവേദനയിൽ തൻ്റെ പീഡാനുഭവങ്ങൾ സ്വന്തമായി സ്വീകരിക്കുന്നതിന് മുൻപ് ദൈവപിതാവിൽ നിന്ന് കരുത്ത് ലഭിക്കുവാൻ വേണ്ടി മുട്ടിന്മേൽ നിന്നായിരിക്കണം പ്രാർത്ഥിച്ചത്. അങ്ങനെ ചോര വിയർത്തുകൊണ്ട് തൻ്റെ എല്ലാ പ്രതിസന്ധികളും സ്വീകരിക്കാൻ തനിക്ക് ഈ പ്രാർത്ഥന വഴി ആന്തരിക ബലവും കരുത്തും സ്വന്തമാക്കിയെടുക്കാൻ സാധിക്കുന്നു. നമ്മുടെയും ജീവിതത്തിൽ ഇപ്രകാരം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും 2 കരങ്ങളും ഉയർത്തി സ്വർഗസന്നിധിയിൽ നിന്ന് അവിടുത്തെ കരുത്തിനായി കൃപയ്ക്കായി യാചിക്കുമ്പോഴുമൊക്കെ ദൈവം നമ്മെ കൂടുതൽ ശാന്തരാക്കുന്നു. പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശാന്തതയോടുകൂടി നേരിടുവാൻ വേണ്ട ആത്മീയ ബലം നമുക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നു. ബൈബിൾ ഉപയോഗിച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സഹായമാകുന്ന സെറൻഡിപ്പിറ്റി എന്ന ഒരു വിധമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന, ഒരു ധ്യാനാത്മകമായ ഒരു പ്രാർത്ഥന ശൈലിയാണ്. അല്ലെങ്കിൽ ബൈബിൾ ഭാഗങ്ങൾ വായിച്ച് വിചിന്തനം ചെയ്ത് ആഴങ്ങളിലേക്ക് അത് നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൻ്റെ അനുഭവമാക്കി മാറ്റുവാനുള്ള ഒരു സാധ്യതയാണ് ഈ സെറൻഡിപ്പിറ്റി പ്രാർത്ഥന അല്ലെങ്കിൽ ബൈബിൾ പഠനം നമ്മെ ഓർപ്പിക്കുക. എന്താണ് സെറൻഡിപ്പിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം? എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് ആകസ്മികമായി ഏറെ കൗതുകം ഉണർത്തുന്ന, ഏറെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ഒരു അത്ഭുത കാഴ്ച അല്ലെങ്കിൽ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം ഉണ്ടാകുമ്പോൾ അതാണ് സെറൻഡിപ്പിറ്റി. ഒരു ബൈബിൾ ഭാഗം വായിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ അങ്ങനെ ആ വായനയുടെയും വിചിന്തനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും വഴിയായി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ആ സന്തോഷം, ഹൃദയത്തിന് സ്വന്തമാക്കുന്ന ആ ശാന്തി, അതോടൊപ്പം തന്നെ നമ്മിൽ നിന്നും ബഹിർഗമിക്കുന്ന ആ കാരുണ്യത്തിൻ്റെ അനുഭവം, ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ ഈ സെറൻഡിപ്പിറ്റി എന്ന ആ ബൈബിൾ പഠനത്തിൻ്റെ ഭാഗമായി മാറുക. ഉദാഹരണമായി ഈ സെറൻഡിപ്പിറ്റി ബൈബിൾ പഠനത്തിൻ്റെ ആ മാതൃക വഴി നമുക്ക് ലൂക്കായുടെ സുവിശേഷം 4 അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗം എപ്രകാരം പഠിക്കണമെന്ന് ഒന്ന് ചിന്തിക്കാം. 4 അധ്യായം 1 മുതലുള്ള ഭാഗങ്ങളിൽ കാണുക, യേശുവിൻ്റെ നേരത്തെ സൂചിപ്പിച്ച ആ മരുഭൂമിയിലെ പരീക്ഷയാണ്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദനായിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകുവാൻ കൽപ്പിക്കുക. അങ്ങനെ ഈ ഭാഗം സാവധാനം വായിച്ച് ഒരുപക്ഷെ ചെറിയ ഒരു ഗ്രൂപ്പിൽ ഒരുമിച്ച് വന്ന് അത് പ്രാർത്ഥനയായി മാറ്റുക. അപ്രകാരം ഒരു പ്രാർത്ഥനയായി നാം മാറ്റുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം ഈ വായന കഴിഞ്ഞ് അല്പം നിശബ്ദതയിൽ ധ്യാനത്തിൽ ഈ ഭാഗത്തെപ്പറ്റി ചിന്തിക്കുകയും ഓരോരുത്തരും അതിൻ്റെ ആശയങ്ങൾ പരസ്പരം പങ്കിടുകയും ചെയ്യുക. അതിനുശേഷം ഈ ഭാഗത്തിനെ പറ്റിയുള്ള വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിക്കുകയും അത് നമ്മുടെ കൂടുതൽ ആ ഭാഗം
ആന്തരികമായി നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാക്കി മാറ്റുവാൻ എടുക്കാം. ഉദാഹരണം, യേശുവിൻ്റെ ഈ ഉപവാസത്തെപ്പറ്റി നാം ധ്യാനിച്ചു. ഒരു ചോദ്യം, എപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം വിശപ്പനുഭവിച്ച് ഉപവാസത്തിൽ നിന്നത്? ആ ഒരു ചോദ്യം. അതിനെപ്പറ്റി ഓരോരുത്തരും അവരുടേതായ വ്യക്തിപരമായ ഒരു ഉത്തരം കുറിച്ചു വയ്ക്കുക. രണ്ടാമതായി, അങ്ങനെ ഒരു ഉപവാസത്തിലേക്ക് അല്ലെങ്കിൽ വിശപ്പനുഭവത്തിലേക്ക് ആകുവാൻ ഉള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അങ്ങനെ യേശുവിൻ്റെ ഉപവാസത്തെപ്പറ്റിയും എൻ്റെ ജീവിതത്തിലുള്ള ഉപവാസത്തിൻ്റെ അനുഭവങ്ങളെപ്പറ്റിയും ചിന്തിക്കുകയും മാത്രമല്ല, ആ വിശപ്പ് അനുഭവിച്ചപ്പോൾ എന്തെല്ലാമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആന്തരികമായി അനുഭവപ്പെട്ട ആ വികാരങ്ങളും വിചാരങ്ങളുമൊക്കെ. അങ്ങനെ ഒരു ധ്യാനാത്മകതയിൽ ഈ പുസ്തകത്തിൽ നിന്ന് ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിൽ നിന്ന് വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ വ്യക്തിഗത ജീവിതത്തിൽ എപ്രകാരമാണ് ഈ വചനഭാഗം എൻ്റെ ജീവിതത്തിൽ അതിന് ഫലപ്രാപ്തി ഉണ്ടാകുക എന്ന് ചിന്തിക്കുക. അങ്ങനെ ഈ ഒരു ചിന്തയിലൂടെയും ചോദ്യങ്ങളിലൂടെയും ധ്യാനത്തിലൂടെയും തീർച്ചയായും നമ്മുടെ വിശപ്പിനെ പറ്റി തന്നെ നമുക്ക് പുതിയ ഒരു മാനം കൈവരാൻ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയായി മാറാൻ, അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ അനുഭവമായി മാറാൻ ഒക്കെ സഹായിക്കും. ഇതാണ് ഈ സെറൻഡിപ്പിറ്റി എന്ന ബൈബിൾ പഠന വ്യാഖ്യാനം അല്ലെങ്കിൽ വിചിന്തന മെത്തേഡ്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇങ്ങനെ ഓരോ വചനവും വായിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കരുത്ത് പകരാനും ആത്മബലം ആർജിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള കാരുണ്യവും സ്നേഹവും ഒക്കെ പകർന്നുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സഹായകമാകണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ വചനമാകുന്ന ആ വിത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ 100, 60, 30 മേനി വിളയുവാൻ വരമേകണമേ. അങ്ങനെ ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നി ജീവിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് ഞങ്ങൾ ഉയർത്തുവാനും ഇടയാക്കണമേ. ആ വചനധ്യാനത്തിലൂടെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ മറ്റുള്ളവരോടുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ കാരുണ്യവും സ്നേഹവും സാന്ത്വനവും നിറയ്ക്കാൻ ഞങ്ങൾക്ക് വരമേകണമേ. അങ്ങനെ എല്ലാവിധത്തിലും ഫലപ്രാപ്തിയുള്ള വചന ജീവിതം ഞങ്ങൾക്കും നൽകണമേ. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിൽ പ്രാർത്ഥന നമുക്ക് വലിയ ആത്മീയ ബലവും ശക്തിയും പ്രദാനം ചെയ്യുന്നു. ഏതൊരു പ്രതിസന്ധിയുടെയും ഘട്ടത്തിൽ നമ്മെ പിടിച്ചു നിർത്തുക, നമുക്ക് ശാന്തതയും ആത്മീയ ബലവും പകർന്നു തരിക, നമ്മിൽ കാരുണ്യം നിറയുക ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നമ്മെ മുന്നോട്ട് നയിക്കട്ടെ, എന്നും പ്രത്യാശയിൽ നയിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.